അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഭംഗിയുള്ളൊരു ഹദീസാണ് നാം ഇന്ന് വായിക്കാൻ പോകുന്നത്. റിയാദുസ് സ്വാലിഹിൽ നിന്ന് 51-ാമത്തെ ഹദീസാണ്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നഹാ സതകൂനു ബഅദി അസറ, തീർച്ചയായും എനിക്ക് ശേഷം ഉണ്ടാകും അസറത്തുൻ. അസറ എന്ന് പറഞ്ഞാൽ ഫേവററ്റിസം, നെപ്പോട്ടിസം എന്നൊക്കെ പറയും. അതായത് സ്വാർത്ഥത, സ്വജനപക്ഷപാതം. മനസ്സിലായല്ലോ? ഒരു പൊതുപ്രവർത്തകൻ, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവനാണ്. അതുപോലെ ജനങ്ങൾക്ക് ഈക്വാലിറ്റി, എല്ലാവർക്കും ഒരുപോലെ അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടവനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരമുണ്ടാകും. ആ അധികാരം ദുർവിനിയോഗം ചെയ്യരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിയമനങ്ങൾ, വേക്കൻസി വരുമ്പോൾ സ്വന്തം കുടുംബക്കാർ, സ്വന്തം സുഹൃത്തുക്കൾ, സ്വന്തം പാർട്ടിക്കാർ, അങ്ങനെ ആ തരത്തിൽ നിയമനം നടത്തരുത്. അതല്ലെങ്കിൽ ഒരു പള്ളി കമ്മിറ്റി, എല്ലായിടത്തും അധികാരം എന്നുള്ളതുണ്ടല്ലോ, അതോറിറ്റി. ആ അതോറിറ്റി എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടിയ അധികാരമാണെങ്കിൽ, ജനങ്ങൾ ഏൽപ്പിച്ച അധികാരമാണെങ്കിൽ, അധികാരം കിട്ടിയതിന് ശേഷം സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകരുത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എൻ്റെ കാലശേഷം, എൻ്റെ മരണശേഷം, ബഅദി എൻ്റെ മരണശേഷം അങ്ങനെ സ്വജനപക്ഷപാതവും അതുപോലെ സ്വാർത്ഥതയും നിങ്ങൾക്ക് ധാരാളമായി കാണാം. അത് ശരിക്കും മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ഇക്കാലഘട്ടത്ത് വളരെ വളരെ വ്യക്തമായി നമ്മളത് കാണുന്നുണ്ട്. ഉമൂറുൻ തുൻകിറൂനഹ, അതുപോലെ ഉമൂറുൻ, കാര്യങ്ങൾ, സംഗതികൾ, തുൻകിറൂനഹ, നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാവില്ല. എങ്ങനെ ഇഷ്ടമുണ്ടാവല്? ഭരണാധികാരികൾ അവരുടെ കീശ വീർപ്പിക്കാനും അവരുടെ പാർട്ടിയെ വളർത്താനും ആ ഭരണാധികാരികൾ അവരുടെ കുടുംബക്കാർക്കും ഒക്കെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. സാധുക്കൾ സാധുക്കളായി തന്നെ ജീവിക്കുന്നു. അപ്പോൾ സാധുക്കളായ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല. നീതി കിട്ടാതിരിക്കുക എന്നുള്ളത് നമുക്ക് വെറുപ്പുണ്ടാക്കി ഇളക്കും. അതാണ് ഉമൂറുൻ തുൻകിറൂനഹ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അധികാരമുള്ള, പവറുള്ള അതോറിറ്റിയിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടേക്കാം. അപ്പോൾ ഇതൊരു സീൻ, അതല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഖാലു, അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂല്, ഫമാ തഅ്മുറുനാ, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കണം നമ്മുടെ നിലപാട്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുഅദ്ദൂനൽ ഹഖ്ഖല്ലദീ അലൈക്കും. തുഅദ്ദൂന, നിങ്ങൾ നിർവഹിക്കുക, അൽ ഹഖ്ഖ, ബാധ്യത, അല്ലദീ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമായ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. അപ്പോൾ ഇത് വലിയൊരു ആശയമാണ് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഭരണാധികാരികൾ അവർ അനീതി കാണിക്കുന്നുണ്ട്, അവർ സ്വജനപക്ഷപാതക്കാരാണ്, സ്വാർത്ഥതയാണ് എന്ന കാരണം കൊണ്ട് നിങ്ങളും അതിൻ്റെ ഭാഗമാകരുത്. ഏതായാലും നാടാകെ നശിച്ചു പോയിട്ടുണ്ട്, ഇനി ഞാനായിട്ട് നല്ലത് ചെയ്യുന്നില്ല എന്ന രൂപത്തിൽ നമ്മളൊരിക്കലും അങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കരുത്. മറിച്ച് നിനക്ക് ബാധ്യതയുണ്ട്, നിനക്ക് നിൻ്റെ നഫ്സിനോട് ബാധ്യതയുണ്ട്, നിൻ്റെ കുടുംബത്തിനോട് ബാധ്യതയുണ്ട്, നിൻ്റെ സമൂഹത്തിനോട് ബാധ്യതയുണ്ട്, നിന്നെ ഭരിക്കുന്ന ഭരണകർത്താക്കളോടും ബാധ്യതയുണ്ട്. ആ ബാധ്യതകളൊക്കെ നീ പൂർണ്ണമായും നിർവഹിക്കണം. എന്നാലോ നിങ്ങൾക്ക് അവകാശപ്പെട്ട, കിട്ടേണ്ട സംഗതികളുണ്ടല്ലോ, അതെവിടെ നിന്ന് കിട്ടുക? വതസ്അലൂനല്ലാഹ, അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. അല്ലദീ ലക്കും, നിങ്ങൾക്ക് അവകാശപ്പെടുന്ന നിങ്ങളുടെ റൈറ്റ്സ് ഉണ്ടല്ലോ, അത് പടച്ചവനോട് ചോദിക്കുക. എന്താ ഇതിൻ്റെ ആശയം? അതായത് നിങ്ങൾ അത്തരം അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഭരണാധികാരികൾക്കെതിരെ ഒരു റെവല്യൂഷൻ,
അതല്ലെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചുകൊണ്ട് നാട്ടിലെ ക്രമസമാധാനം നിങ്ങൾ തകർക്കരുത്. നമ്മൾ എവിടെ ഇപ്പോൾ ഉള്ളത്? റിയാദുസ് സ്വാലിഹീനിലെ ബാബു സ്വബർ, ക്ഷമയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭരണാധികാരികളിൽ നിന്നും അധികാരികളിൽ നിന്നും നിങ്ങൾക്ക് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നേരിടാം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ സാരം.